അപ്പോൾ ഗൈസ് എല്ലാവർക്കും നമ്മുടെ ക്രിയേറ്റീവ് കോർണറിനെ മറ്റൊരു വീഡിയോയിലിട്ട് സ്വാഗതം. അപ്പോൾ ജലദോഷമൊക്കെ ആയിട്ട് ശബ്ദമൊക്കെ പോയിരിക്കുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ വീഡിയോ ഇട്ടിട്ട് ഏകദേശം 8-10 മാസം ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളൊരു വീഡിയോ ഇടുവാണ്. കാരണം അത്ര നാളും നമുക്ക് ഇടാൻ പറ്റാത്തത്, നമ്മളൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, അത് ഇടാൻ വെച്ചതായിരുന്നു. അപ്പോഴത്തേക്കും ഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ള് ഇതായി, പിന്നെ പരീക്ഷയായി, അതിൻ്റെ പിന്നെ പഠിക്കാനൊക്കെ പോയി. അതുകൊണ്ടാണ് ഇപ്പോൾ പരീക്ഷയൊക്കെ കഴിഞ്ഞ് വെക്കേഷനൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ജൂലൈയിലാണപ്പോൾ നമ്മൾ കുറേ നാളേക്ക് ശേഷം വീഡിയോ ഇടുന്നത്. എത്ര മാസമായെന്ന് കൃത്യം അറിയില്ല, അറിയായിരുന്നേ പറയായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ കുറേ പേര് വിചാരിക്കുന്നുണ്ടാവും നമ്മൾ ടർഫിൻ്റെ പണിയൊക്കെ എന്തായിരുന്നു. അപ്പോൾ നമ്മൾ ടർഫിൻ്റെ വീഡിയോ ആയിരുന്നു ഗൈസ് നമ്മൾ അന്ന് എടുത്തു വെച്ചത്. പക്ഷേ അന്ന് JCB ഒക്കെ വന്നാണ് ഗൈസ് നമ്മൾ ടർഫ് ഉണ്ടാക്കിയത്. നമുക്ക് കൈ കൊണ്ടാക്കിയാൽ എത്തൂല, അതുകൊണ്ട് JCB ഒക്കെ വിളിച്ചാണ് ആക്കിയത് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ അതിൻ്റെ വീഡിയോ ആയിരുന്നു എടുത്തത്. പക്ഷേ നമുക്ക് നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ളായതുകൊണ്ട് ഇടാൻ പറ്റിയില്ല. ഇപ്പോഴാണ് പിന്നെ അതൊക്കെ നോക്കിയാക്കി എടുത്തിട്ടോ ഗൈസ്. അപ്പോൾ നമുക്കിനി നമ്മുടെ വീഡിയോ എന്താണെന്ന് നമുക്ക് അത് കാണാൻ പോവാം കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ ടർഫിലോട്ട് നമ്മളപ്പോൾ ടർഫിലോട്ട് പോവാണ്. ഇപ്പോൾ ശരിക്കും മഴ പെയ്യേണ്ട സമയത്ത് ഇവിടെ കൊടും വെയിലാണ് കേട്ടോ ഗൈസ്. ഇത് നമ്മൾ മാങ്ങ പറിക്കാൻ തോട്ടി ഉണ്ടാക്കി വെച്ചോ കേട്ടോ ഗൈസ്. അപ്പോൾ ഇതാ നമ്മുടെ ടർഫിൻ്റെ ഇതാണ് നമ്മുടെ പുതിയ ടർഫ്. ഇതിപ്പോൾ ഇന്നലെ ഞാൻ കാർഡടിച്ചതാണ് കേട്ടോ ഗൈസ്. ഇനി നമുക്ക് ഈ സീറ്റൊക്കെ ഇവിടുന്ന് മാറ്റണം, അതുകൊണ്ടൊന്നും ഇനി ഉപയോഗമില്ല. നമ്മൾ ടർഫ് ഇതാണ് കേട്ടോ ഗൈസ്. നിങ്ങൾ കണ്ടോ കേട്ടോ ഗൈസ്, ഇത് കണ്ടോ ഗൈസ്. നമ്മൾ അവിടെ ഒരു കന്നാസ് ഇരിക്കുന്നില്ലേ, കന്നാസല്ല ഒരു വീപ്പ, അവിടെയാണ് നമ്മുടെ ടർഫിൻ്റെ എൻഡ് വരുന്നത്. പിന്നെ ഇവിടെ ഞാൻ പോസ്റ്റ് കുഴിച്ചിട്ടിട്ടുണ്ട്. പിന്നെ അവിടെ ഞാൻ ഇട്ടിട്ടില്ല, കാരണം അവിടെ ഇടാമെന്ന് വെച്ചപ്പോൾ ഇടയ്ക്ക് മഴയും ഇടയ്ക്ക് ഇതായതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ അതൊന്നും കാട്ടുന്നില്ല കേട്ടോ ഗൈസ്. ഇത് കണ്ടോ ഗൈസ്, നമ്മളിവിടെ ചെറുതായിട്ടൊന്ന് മാന്തിയിട്ട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഈ ടർഫ് പണിയാൻ നേരത്ത് ഇവിടെ ഞാനിവിടെ കട്ടയിട്ടിട്ട് മണ്ണ് പരമാവധി കുറയ്ക്കാനാണ് നോക്കിയത്. അതിൻ്റെ കട്ടയൊക്കെയാണ് കേട്ടോ ഗൈസ്. കട്ട ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഇവിടെ നമ്മൾ കുഴിച്ചപ്പോൾ ഒരു 10-35 കട്ടയെ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ ഗൈസ്, കുറേയൊക്കെ പൊടിഞ്ഞാണ് കിട്ടിയത്. ഇതിപ്പോൾ അവിടെ കുഴിച്ച മണ്ണ് ഞാൻ ഇവിടെ തന്നെ ഇടാത്തത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫുട്ബോൾ കളിക്കുമ്പോൾ നമ്മുടെ കാലിൽ ഇതൊക്കെ കുത്തി കയറിയാൽ ഭയങ്കര പ്രശ്നമാണ്, അതുകൊണ്ടാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇവിടെ നമ്മൾക്കിനി പോസ്റ്റും കുഴിച്ചിടണം. ഇതാ ഈ കട്ടയെ നമുക്ക് അവിടെ കൊണ്ടിടണം. ഞാൻ കട്ട അവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. അത് പിന്നെ കാട്ടാനൊന്നും അധികം ഇല്ലല്ലോ ഗൈസ്, അത് ചെറുത കാര്യമാണ്. പിന്നെ നമ്മൾ ക്രോസ് ബാർ വെക്കണുണ്ട്, അതൊക്കെ നമ്മൾക്കിനി വെക്കണം. പിന്നെ ഇത് കണ്ടോ ഗൈസ്, നമ്മൾ ഇതിൻ്റെ ഈ കോർണർ നമ്മളിവിടെ ഇഷ്ടിക വെച്ച് നമ്മൾ കെട്ടിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഇടിയാൻ ചാൻസ് ഉണ്ട്. ഇവിടെ കഴിഞ്ഞ അവിടെ മഴ പെയ്തപ്പോൾ ഇവിടം തൊട്ട് ഇടിഞ്ഞതായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെയും കെട്ടി ഇങ്ങനെ ആക്കി എടുത്തതാണ് കേട്ടോ ഗൈസ്. ഇവിടെ പിന്നെ ഇതൊരു ഫ്രൂട്ടാണ്, ഇതിൻ്റെ പേര് പറഞ്ഞാൽ ഞൊട്ടപ്പഴം, അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ നമ്മളത് കളി കഴിഞ്ഞിടയ്ക്ക് എടുത്ത് തിന്നാനൊക്കെ പറ്റും കേട്ടോ ഗൈസ്. അപ്പം ഇനി നമുക്ക് അവിടെ പോസ്റ്റ് കുഴിച്ചിടണം. നമ്മുടെ പേര് ഉദ്ദേശിച്ച് നമ്മളിന്ന് വീഡിയോ കുറേ നാളായിട്ട് ഇടാത്തത് കൊണ്ട് നമുക്ക് അതിനെ ബേസ് ചെയ്ത് എന്ന് പറഞ്ഞിട്ടാണ്. ഇതിലിനി ഫുട്ബോൾ കളിക്കുന്ന കോട്ടനെ വരും കേട്ടോ ഗൈസ്. നമ്മളിവിടെ ക്രോസ് ബാറൊക്കെ വെക്കാനുള്ള കോല അവിടെ ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ വല കെട്ടണം, അതൊന്നും കാട്ടുന്നില്ല കേട്ടോ ഗൈസ്. നമ്മളിനി ഫുട്ബോൾ കളിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ചിലപ്പം ഇന്ന് തന്നെ എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ എടുത്തു വെക്കും, അല്ലെങ്കിൽ ഞാൻ എടുത്തു വെച്ചിട്ട് നാളെ ഇടും. എന്തായാലും അത്രയും വേഗം ഞാൻ വീഡിയോ ഇടും കേട്ടോ ഗൈസ്. അപ്പോൾ ഇത് കണ്ടോ ഗൈസ്, നിങ്ങളെല്ലാവരും ടർഫ് കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ ഗൈസ്. ഇപ്പോൾ ഇവിടുത്തെ കാടൊക്കെ വെട്ടിയതാണ് കേട്ടോ ഗൈസ്. ഇത് കണ്ടോ, ഇവിടെ ഈ സൈഡ് മണ്ണിടിയാത്തതുകൊണ്ടേ ഉണ്ടല്ലോ, കവുങ്ങ് വെട്ടിയിട്ട് ഇതിങ്ങനെ വെച്ചാണ്. ഇതിപ്പോൾ ഞാനാക്കി എടുത്തല്ല കേട്ടോ ഗൈസ്, JCBനെ കൊണ്ട് പറഞ്ഞ് റെഡിയാക്കി എടുത്തതാണ്. നമ്മുടെ അവിടെ ഒരു റബ്ബർ തോട്ടമുണ്ട്, അവിടെ ഇളക്കാൻ വന്നതാണ്. അപ്പോൾ ഞാൻ ഇതും കൂടെ ഒന്നാക്കി എടുത്തു. നമുക്ക് കുറേ മണ്ണ് കിട്ടിയായിരുന്നു കേട്ടോ ഗൈസ്. അവിടെ ഫുള്ള് നിറച്ച് മണ്ണായിരുന്നു, അത് ഫുള്ള് ഇവിടെ ഇട്ടപ്പോഴാണ് തീർന്നത്. ഇനിയിപ്പോൾ അത്രയും മണ്ണ് അവിടെ വെറുതെ കിടക്കും, അത് വേസ്റ്റ് മണ്ണാണ്, അത് നമുക്ക് ഒരു ഉപയോഗത്തിനും എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്കിനി അടുത്ത
ഇനി വൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ഇന്നത്തെ വ്ളോഗ്. ഇപ്പോൾ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമ്മളിനി അടുത്ത ഒരു JCB ഈ ആഴ്ച പിന്നെ ഒന്നും കൂടെ വിളിക്കും. കാരണം മരം വെട്ടിയതിൻ്റെ ഇതുണ്ടോ ഗൈസ്, കമ്പും കോലൊക്കെ ഇതൊക്കെ ഇനി വരണ്ടി കൂട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ ടർഫിൻ്റെ പണിയൊന്നുമില്ല, അത് വരണ്ടി കൂട്ടുന്ന അത്രേ ഉള്ളൂ. അത് നമുക്ക് നോക്കട്ടെ, ഞാൻ പറ്റുവാണ് എടുക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ടർഫിൽ മണ്ണെടുത്ത ഒരു സ്ഥലമാണ് ഇത്. നിങ്ങളെ കാട്ടാൻ വിട്ടുപോയി, ചെറിയൊരു ഭാഗം എന്താ ഇവിടെ. അപ്പോൾ ഇനി നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് വർക്ക് ഇൻട്രസ്റ്റിലാണ്. അപ്പോൾ ഇതിൻ്റെ പണിയൊക്കെ ആയിരുന്നു കുറച്ച് നേരം മുമ്പൊക്കെ. വെയിലത്ത് നിന്ന് ജലദോഷമൊക്കെ പിടിച്ചു. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് കേട്ടോ ഗൈസ്. നിങ്ങൾ ഈ വെയിലത്ത് പുറത്തുനിന്ന് ഇറങ്ങരുത് കേട്ടോ ഗൈസ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ മാത്രമല്ല എൻ്റെ വീഡിയോയ്ക്ക് നിങ്ങൾ പറ്റുന്ന അത്ര സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഗൈസ്. കാരണം ഞാൻ അത്ര കഷ്ടപ്പെട്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.